നടൻ സെയ്ഫ് അലി ഖാനെ കുത്തിയ കേസിലെ പ്രതി പിടിയിലായിരിക്കുകയാണ്. വിജയ്ദാസ് എന്ന പ്രതിയെ പിടികൂടിയത് താനെയിൽ നിന്നാണ്. ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. അർജുൻ പീതാംബരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അങ്ങനെ അർജുൻ, യഥാർത്ഥ പ്രതിയിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. എന്താണ് ഇയാളുടെ പശ്ചാത്തലം? എങ്ങനെയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്? ഇന്ന് പുലർച്ചെയാണ് മുംബൈ പോലീസ് ഈ യഥാർത്ഥ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ കുറെ കാലമായി മുംബൈയിൽ ബാറിൽ ഒരു ജീവനക്കാരായി പ്രവർത്തിച്ചു വരികയായിരുന്നു. നിലവിൽ ഇയാൾ താനെയിൽ തന്നെ മെട്രോ പണി നടക്കുന്ന അവിടുത്തെ തൊഴിലാളികളുടെ കൂടെ ജീവിച്ചു വരികയായിരുന്നു. അവിടുത്തെ ഒരു ലേബർ ക്യാമ്പിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇയാളുടെ യഥാർത്ഥ പേര് മുഹമ്മദ് അലിയനാണെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ വിജയ്ദാസ് എന്നുള്ള പേരിലാണ് ഇയാൾ താനെ ഭാഗത്തെല്ലാം തന്നെ അറിയപ്പെട്ടിരുന്നത്. ഇയാളുടെ യഥാർത്ഥ പേരും അതുപോലെ തന്നെ മറ്റ് ഐഡന്റിറ്റിയും എല്ലാം തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും അന്വേഷണവും പോലീസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. താനെ വെസ്റ്റിൽ നിന്നാണ് ഇയാൾ പിടിയിലാകുന്നത്. ഇയാളെ ഇപ്പോൾ ബാന്ദ്ര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു. വിശദമായി തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു. നേരത്തെ തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചു. സെയ്ഫ് അലി ഖാനെ കുറ്റം സമ്മതിച്ചു എന്നുള്ള കാര്യവും പോലീസ് പറഞ്ഞിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളാണ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത്. വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. രാവിലെ 9 മണിക്ക് ഈ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് കാര്യങ്ങൾ മാധ്യമങ്ങളുമായിട്ട് പോലീസ് പങ്കുവെക്കുമെന്നുള്ള കാര്യവും മുംബൈ പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ആവശ്യപ്പെടാനാണ് പോലീസിന്റെ ശ്രമം. ഇന്നലെ 2 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒന്ന് മധ്യപ്രദേശിൽ നിന്നും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ നിന്നും. പക്ഷെ ഇവർക്ക് 2 പേർക്കും ഈ കേസുമായി ബന്ധമില്ല എന്നുള്ള കാര്യമാണ് പോലീസ് പിന്നീട് അറിയിച്ചത്. ഇന്ന് പുലർച്ചെ യഥാർത്ഥ പ്രതി പിടിയിലാവുകയും ചെയ്തു. ഇനി ഇയാൾക്ക് മറ്റേതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കുന്നു. ഒപ്പം തന്നെ മുഹമ്മദ് അലിയൻ എന്നുള്ളതാണ് ഇയാളുടെ യഥാർത്ഥ പേരും. വിജയ്ദാസ് എന്നുള്ളത് അറിയപ്പെടുന്നു. അതുകൊണ്ട് ഇയാൾ ഇന്ത്യക്കാരൻ തന്നെയാണോ അതല്ല ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്ന് അനധികൃതമായി താമസിക്കുന്ന ആളാണോ എന്നുള്ള കാര്യത്തിലടക്കം പരിശോധന നടക്കുന്നുണ്ട്. കാരണം മുംബൈയിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ പല ആളുകളെ ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്നും കൃത്യമായിട്ടുള്ള രേഖകൾ ഇല്ലാതെ വന്ന് പിടിയിലായവരുണ്ട്. അത്തരത്തിലൊരു പശ്ചാത്തലം കൂടി പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 9 മണിക്ക് മറ്റുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാം എന്നുള്ള കാര്യമാണ് മുംബൈ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അർജുൻ, ഇയാളുടെ പശ്ചാത്തലം പൊതുവിൽ എങ്ങനെയാണ്? മറ്റെന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ? ഇയാളൊരു ബാർ ജീവനക്കാരനായിരുന്നു എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും മോഷണ കേസുകളിലൊക്കെ മുമ്പ് പ്രതിയായിട്ടുള്ള ആളാണോ? ഒപ്പം ഈ കേസിൽ ഇയാൾക്ക് ഒപ്പം മറ്റാരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? ഈ വീട്ടുകാരിൽ, അതായത് അവിടെ ജോലി ചെയ്യുന്ന മറ്റാരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ആ രീതിയിലൊക്കെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടോ? ഇയാൾക്ക് പരസഹായം ലഭിച്ചതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ പരിധിയിലാണ്. അതിപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇയാൾ എങ്ങനെ സഹായമില്ലാതെ വീടിനകത്തേക്ക് എത്തി എന്നുള്ള കാര്യം പോലീസിന് ഇപ്പോൾ സംശയമുണ്ട്. ആദ്യം പിടികൂടിയ ആളും അതുപോലെ തന്നെ CCTVയിൽ കണ്ടെത്തിയ ആ മുഖവും തമ്മിലൊക്കെ വീട്ടിലെ ജീവനക്കാരിൽ ഒരാൾക്കും സംശയമുണ്ട്, അല്ലെങ്കിൽ അയാൾക്കും പരിചയമുണ്ട് എന്നുള്ള തരത്തിലടക്കം വാർത്തകൾ വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇയാൾക്ക് പരസഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇയാൾക്ക് മറ്റേതെങ്കിലും കേസുകളിൽ ഇയാൾ പ്രതിയാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണമില്ല. കാരണം പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. ഈ CCTV ദൃശ്യം വന്നതിന് പിന്നാലെ അത് പ്രിന്റ് എടുത്ത് ഈ ബാന്ദ്ര, താനെ പോലുള്ള മുംബൈ നഗരപ്രദേശങ്ങളിലെല്ലാം പോലീസ് പ്രദർശിപ്പിച്ചിരുന്നു, ഒരു നോട്ടീസായിട്ട് തന്നെ. അതിന്റെ കൂടെ പശ്ചാത്തലത്തിൽ പല ആളുകളും ഇയാളെ കണ്ടും തിരിച്ചറിഞ്ഞും എല്ലാം പോലീസിന് വിവരം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഈ യഥാർത്ഥ പ്രതിയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും മറ്റ് കാര്യങ്ങൾ 9 മണിക്കുള്ള പത്രസമ്മേളനത്തിൽ പോലീസ് അറിയിക്കുമെന്നാണ് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്.